ഇനി കോമഡി ഉത്സവത്തിൽ സ്റ്റേജ് സ്റ്റാർ നമുക്ക് നമ്മുടെ മിന്നുന്ന താരങ്ങളെ ഈ വേദിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം. ലെറ്റ്സ് വെൽക്കം രഞ്ജീവ്. നമസ്കാരം. ചാലക്കുടി അല്ലേ? ഏതൊക്കെ സമിതിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോ സുധീർ പ്രഭു ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം. ഓ അത് ശരി. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് തുടങ്ങിയത് ഇതിലേക്ക്? തുടങ്ങിയത് ഒരു 10-25 വർഷം മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞാനത് കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വേറെ മാറിപ്പോയി. പിന്നീട് ഇപ്പൊ ഒരു 5 വർഷമായിട്ട് ഇറങ്ങി. അപ്പോഴേക്കും കോവിഡ് വന്നു. അത് സമാധാനമായിട്ട് വീട്ടിലിരുന്നു. ഇപ്പൊ ഒന്നുകൂടി ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ആ തുടങ്ങിയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ട്രൂപ്പിൽ വന്നാണോ അതോ? ഞാൻ ഫസ്റ്റ് തന്നെ പാലാ സൂപ്പർ ബീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇതിലായിരുന്നു തുടങ്ങിയത്. അതിൽ ജോബി പാല തൊട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അതിനെ ടച്ച് വിട്ട് കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മാറി. പിന്നെ ജോലി കഴിഞ്ഞ് അങ്ങനെ പിന്നെ ആ വഴിക്കാണ്ട് പോയി. സ്റ്റാറുകളെ അലങ്കരിച്ചല്ലേ തുടങ്ങിയത്? സ്റ്റാറുകളെ അതെ അന്നും സ്റ്റാർ ചെയ്യായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ 5 മിനിറ്റ് കൊണ്ട് 50 പേരുടെ ശബ്ദം, അത് 5 മിനിറ്റ് കൊണ്ട് 50 പേരുടെ ചെയ്തിരുന്നു. അത് ശരി. നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കോമ്പിനേഷൻ സീൻസും കുറച്ച് പേരുടെ നടന്മാരുടെ ശബ്ദം കൂടി ചെയ്യാം. ആദ്യമായിട്ട് കിലുക്കം എന്ന ചിത്രത്തിലെ ഹിറ്റ് സിനിമയിലെ ഇന്നസെന്റ് ഏട്ടനും തിലകൻ ചേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ ആദ്യമായിട്ട് ചെയ്യാം. എന്താ എന്തേ ഇവിടെ എന്ത് കാറ് എനിക്ക് വിശക്കണു. 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. വീട്ടിൽ വേലക്കാരും ഉണ്ടായിരുന്നില്ലേ വെച്ചു വിളമ്പിത്തരാൻ? ശവത്തെ കുത്തരുത് ഏമാനെ. അന്നേമാനെ നല്ലല്ലോ വിളിച്ചേ. സാറേന്ന് വിളിക്കാറുണ്ട്, അങ്ങുന്നേന്ന് വിളിക്കാറുണ്ട്, ജഡ്ജ് അദ്ദേഹം എന്ന് പറയാറുണ്ട്. എന്താ അതൊക്കെ തെറ്റാ? അല്ലല്ലോ, അന്ന് കാർ വാങ്ങാൻ പോയ ദിവസം വേറെന്തോ വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ? എന്താ എന്ന് എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് 2 പ്രാവശ്യം. ദേ നിക്കണു ഇയാൾ ഒറ്റ കൊടുത്തിനാ പറഞ്ഞ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന്. എന്നിട്ട് പറയാ എന്റെ വീട്ടിൽ വന്ന് പഠിക്കാൻ നിൽക്കാന്ന്. നിന്നെ ഞാൻ ഇങ്ങനെ കക്കാറിട്ടാറ് ഞാൻ വരപ്പിക്കും. അത് കാണാൻ ഞാൻ എന്റെ കാറിൽ വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് 2 പ്രാവശ്യം. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക, ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഒരു ആവശ്യമില്ലാണ്ട് കയറി വന്നെന്ന് ഓർക്കണട്ടാ. എന്നിട്ട് ചങ്ക് പൊട്ടിയിട്ട് ഓരോ കാര്യം പറയുമ്പോ എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുക. അവിടുന്ന് പോരട്ടെ ഇവിടുന്ന് പോരട്ടെ. ആ കൈയടിച്ചോ ഇഷ്ടായി. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ ബഹദൂറൊക്കെയും സുകുമാരൻ ചേട്ടൻ അവരുടെ ഒരു കോമ്പിനേഷൻ CBI ഡയറക്ടർ. എൻ്റെ പൊണ്ണ് സാറന്മാരെ, എൻ്റെ മോളെ അവർ കൊന്നതാ. എങ്ങനെയെങ്കിലും അവന്മാരെ കണ്ടുപിടിക്കണം സാറ്. അവന്മാർക്ക് നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം ഏമാനെ. അയ്യോ പാവം, മരിച്ചവരും മരിച്ചു, ജീവിച്ചിരിക്കുന്ന ഒരു സൂര്യം കിടന്നു തോന്നിച്ച്. ആരെ ഈ പോലീസുകാർ കാര്യങ്ങളൊക്കെ എങ്ങനെ ആത്മഹത്യ കൊലപാതകമാക്കാനും കൊലപാതകം ആത്മഹത്യയാക്കാനും ഇവന്മാരെ കൊണ്ട് പറ്റും. അതുകൊണ്ട് പറയാ ഏട്ടൊരു കാര്യം ചെയ്തോട്ടെ, പോയാട്ടെ എന്നാ പിന്നെ ഞാനങ്ങോട്ട് അയ്യോ പാവം. അതുപോലെ NF വർഗീസ് ചേട്ടന്റെ ശബ്ദം പഴയകാല സല്ലാപം എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമാണ്. എന്താ മോളെ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഇങ്ങനെയാണോ ലിപ്സ്റ്റിക് ഇടാ? ചേച്ചിയോട് ചോദിച്ചല്ല കാണിച്ചില്ലേ? മോൾക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് ചന്ദ്രേട്ട എന്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? ആ കയ്യൊന്ന് പൊക്കിയേ, കണ്ടോ എന്ത് മണ. ഓക്കെ, അതുപോലെ നമ്മുടെ മണിച്ചേട്ടന്റെ പഴയകാല വോയിസ് അല്ല, സതീർത്യ എന്ന് വിളിക്കുന്ന വോയിസ് അല്ല, ചോട്ട മുംബൈ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മയും ശത്രുവല്ല ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരുള്ള നമ്മുടെ ഈ നാട്ടില് അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? CI മോഹൻദാസന്റെ വെങ്കട്ടേറാമെന്നോണ്ടാ ഞാൻ അവനെ കൊന്നേ. ഇനി അതിനെതിരെ താൻ കോടതി പോയി സാക്ഷി പറയാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആദ്യം ഞാൻ കൊല്ലും തന്നെയായിരിക്കും. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചിക്കുമ്പോ നിന്റെ മകനെയും ഞാൻ കൊല്ലും. ഇത് 2 കല്ലിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയുന്ന പോലെയല്ല. നടേശൻ കൊല്ലുന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. പൊടടാ
അതുപോലെ തന്നെ തമിഴകത്തുനിന്ന് പ്രകാശ് രാജ്. കോപ്പത്തെ മനസ്സുകൊള്ളതാ വെളിയെ വന്ന കെട്ടുപോടുമേ നടിക്കാതെ എംജി പാത്രക്ക് ശിവജി പാത്രക്ക് കമല പാത്രക്കാണ് ആ ഉണ്ട് മറന്ന് പാക്ക് വെയിലിട ഇടിച്ചിട്ടും പൊള്ളാലേ അവളെ കൂടാതെ മാട്ടെ அவன் ஏன் தம்பி கொலை செஞ்சுட்டா அவன் கையால நான் முடிச்சிருந்தா നീ ബാസിയുടെ കൂട്ടുകാരനാണോ എന്നാൽ അവനെ അടി ഞാൻ അടിക്കാൻ പറഞ്ഞാൽ അടിക്കണം കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം അത് അപ്പനാണ് ശരി കൂട്ടുകാരൻ ശരി പുരിഞ്ചത് അവനക്ക് ഐ ലവ് യു ചുണ്ടമ്മ ഐ ലവ് യു. അതുപോലെ ലാലു ലക്സിന്റെ ഒരു പഴയ കാല വയസ്സാണ്. ചന്ദ്രദാസ്, നിങ്ങൾ എന്റെ സൗഭാഗ്യങ്ങൾ ഓരോന്നായി തട്ടിയെടുക്കുകയാണ്. ആദ്യം എന്റെ ഭാര്യ, ഇപ്പൊ എന്റെ മകളെ, പറക്കമുറ്റാത്തൊരു കൈക്കുഞ്ഞിനെയും അമ്മയും കൽക്കട്ട നഗരത്തിൽ ഒരു ഒഴിഞ്ഞ തകരപ്പാട്ടം പോലെ വലിച്ചെറിഞ്ഞിട്ട് 10-15 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുക അച്ഛനാണെന്നും പറഞ്ഞ് മനുഷ്യനാണോ താൻ? അവിടെ ജോസ് പ്രകാശ് ചേട്ടൻ്റെ ശോധം. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാവരും ചെയ്യുന്ന വോയിസ് എന്ന് വെച്ചാൽ ഇതൊക്കെ അതിന് ശേഷം നമ്മള് ദേവാസുരം എന്ന ചിത്രത്തില് ഒരു നല്ല എഴുത്തച്ഛൻ. മോനെ, ഒരു കാര്യം സത്യമാണ്, മോന്റെ അമ്മ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്നോട് കൂടി തന്നെ മണ്ണിയിട്ട്. പക്ഷേ ഒരു കാര്യം സത്യം തന്നെയാണ്, മോന്റെ ശിരകളിലോടുന്ന രക്തം രാജരക്തം തന്നെയാണ്. ജാഫറിയുടെ പഴയ കാല ഒരു 8 സുന്ദരികളും ഞാൻ. എന്റെ വർത്താനം പറഞ്ഞു എന്നാ കാണിക്കണോ? നീ എന്നെ ഇവിടെ വന്ന് നിൽക്കാനോ? അങ്ങനെയാണോ? ഈ ഉമ്മ നിർത്ത് കളിക്കാമോ? കുറെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് എന്നാണോ ഉണ്ടാക്കാനോ? ഞാനിപ്പോ എന്നാ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞതാ കേട്ടാ, ഞാൻ ഇത് ഓരോന്ന് പറഞ്ഞാൽ എടുത്ത് കൊടുത്തു. ഞാനങ്ങനെ പൊക്കോളാം, എന്റെ വഴി ചോദിക്കാൻ ഈ നിങ്ങൾ വന്ന് നിങ്ങൾ ഉണ്ടാക്കാനോ കേട്ടോ? ഓക്കെ താങ്ക് യു. ഈ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത് കാണാനുണ്ട് ഇവിടെ അല്ലേ രഞ്ജീവ്? അടിപൊളിയാണ്, അടിപൊളി. രജു ജയറാമണ്ണ ചെയ്യത്തില്ലേ? ജയറാമിന്റെ അതെ. അയ്യോ എന്ത് ഇഷ്ടം അത്! ദൈവം ഒരുമാതിരി പോകരുത്തരം പറയരുത്, ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പൂവാല. പിന്നെ ശങ്കരാടിയൊക്കെ വേണമെങ്കിൽ കേട്ടോ. ശങ്കരാടി ഇവിടെ മനുഷ്യരിയ്ക്കണു, എല്ലാം മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. അല്ലെങ്കിൽ മൂസാസേട്ടനെയും ആ തള്ളേനെയും പറ്റിച്ച് അവരിങ്ങനെ വാടകയും കൊടുക്കാണ്ട് അങ്ങനെ കഴിയൂ. അവർ വാടകക്കാരാണെന്ന് കുടിയേറ്റക്കാരെന്ന് രേഖ ഇവരുടെ കയ്യിലില്ല. പക്ഷേ ഇവരെയെല്ലാം ഒഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ട്. കാണണോ നിങ്ങൾക്ക് ആ രേഖ? ഇതാ എന്റെ കയ്യിലുള്ള രേഖ, എന്റെ കൈരേഖ. അടിപൊളി. ഈ രഞ്ജീവ് ചാലക്കുടി ഓരോന്ന് ചെയ്യുമ്പോഴേ ആ ശബ്ദം മാത്രമല്ല, മുഖത്ത് ആ കഥാപാത്രം വരുന്നുണ്ട്. അതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. കാരണം ജയറാമേട്ടനെ ഒരു ബിറ്റ് അവതരിപ്പിച്ചപ്പോഴൊക്കെ ആ ഒരു ഫേസ് വരുന്നുണ്ട്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് നിങ്ങളൊരു കൂട് വിട്ട് കൂട് മാറുന്നുണ്ട്. അത് വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള 1-2 കലാകാരന്മാർക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു. ഇപ്പൊ ജയറാമേട്ടൻ നസീർ സാറായിട്ട് വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അതേ ഒരു ക്വാളിറ്റി ഉള്ളൊരു ആർട്ടിസ്റ്റാണ് രഞ്ജീവ്. അതുപോലെ തന്നെ ലാലു ലക്സ് ഇവിടെ വന്ന് നിന്നിപ്പോ ഞാൻ സാധാരണ ആൾക്കാർ ചെയ്യുന്നതല്ല പോലെ അല്ല, കറക്റ്റ് ഇപ്പൊ ഈ അടുത്ത് കണ്ടാണ് ബ്രോഡാഡിയില്. ബ്രോഡാഡിയിലത്തെ ഒരു ചെറിയ സീൻ. ഓഹോ, അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. എനിക്ക് മാത്രം ഒന്നും അറിയില്ല, ഞാൻ വെറും ഒരു പൊട്ടൻ അല്ലേ? ജോണേ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ, നിനക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ലാലുച്ചേൻ എന്റെ അടുത്ത ഒരു സഹോദരനെ പോലെയല്ലാണ്. കൊതിച്ചു പോട്ടെ, കണ്ണ് കിട്ടാണ്ടിരിക്കട്ടെ. ഇനിയുണ്ട്, കുറെ ഉണ്ട്, പിഴിഞ്ഞെടുത്താ കിട്ടില്ല. കൊതിച്ചു പോകും നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട്. എനിക്ക് ഒരു രക്ഷയില്ലട്ടെ, ഗംഭീരമായിട്ട്, അസാധ്യമായിട്ട്. ഇവിടെ ഈ ഫ്ലോറിൽ വരാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഇവിടെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ഫ്ലോറാണ്. തിലകൻ ചേട്ടന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെപ്തും, ഇന്നസെന്റ് ചേട്ടനാണെങ്കിൽ വേറെ മേൽസ്ഥായിലാണ്. താഴേന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അല്ലേ? ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ ഇന്നസെന്റ് എന്ന് പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ. അതുകൊണ്ടാണ് കൂടുതൽ മീറ്റർ പോലും മാറ്റാനില്ല. ശബ്ദം മാത്രമല്ല, അതിന്റെ ഒരു ഇടയിലൊരു സൈലൻസ് ഉണ്ട്.
ആ സൈലൻസ് ആണ് ആർക്കും ചെയ്യാൻ പറ്റാത്തത്. ഇന്നസെന്റ് ആയിട്ട് ഇടയ്ക്ക് ഇടുന്ന ഒരു സൈലൻസ് ഉണ്ട്. ഓ അത് വളരെ അത്രയും മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്തവർക്കേ പറ്റാറുള്ളൂ. ആ സൈലൻസ് ആണ് പെർഫെക്ഷൻ. എന്താന്ന് വെച്ചാല് അടുത്ത ഡയലോഗ് പറയുന്നതിന് മുമ്പുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ഫോണിലൊക്കെ വിളിക്കുമ്പോ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. ഓരോ ക്യാരക്ടറും അദ്ദേഹം ചെയ്യുന്നതിന്റെ ഇതൊക്കെ എടുക്കുന്നില്ലേ? അതിലെല്ലാം ഉണ്ട്. ചെറുപ്പം മുതൽ കണ്ട് കാണുന്ന ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മുടെ നാട്ടുകാരനാണ്. പിന്നെ അതെ, എന്തായാലും കൊള്ളാം. ഓക്കെ, താങ്ക് യു. വീണ്ടും വരിക. ബാക്കി ഒരു 75 ബാക്കിയുണ്ട്. 75 ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പറഞ്ഞോട്ടാ രഞ്ജീവേ, നമ്മളീ കാണുമ്പോൾ പോലെ അന്നും ഇന്നും മിമിക്രി സൂപ്പർ സ്റ്റാർ തന്നെയാണ്. കാര്യം നമ്മൾ ഈ മിമിക്രിയിൽ കുറച്ച് പേരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. കാര്യം അവർ ഈ ടിനി പറഞ്ഞ പോലെ ജയറാമേട്ടൻ്റെ മിമിക്രി അന്നും ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് വേറെ തട്ടുകേടൊന്നും സംഭവിച്ചില്ല. എന്ന് പറഞ്ഞ പോലെ വളരെ സൈലന്റ് ആണ് ആള്. പക്ഷേ വന്ന് ചെയ്യുന്നതിനകത്ത് ടൈമിംഗ് എന്ന് പറയുന്നത് 100%. അപ്പോൾ ഇന്ന് ഈ ടൈമിംഗ് തിലകഞ്ചേട്ടൻ്റെ ഇന്നസെൻ്റ് ഒക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ടൈം ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ല. അപ്പം ഒരുപാട് പേര് ഒരു കാരിക്കേച്ചർ പോലെ വരച്ച് കേൾപ്പിച്ചു. എല്ലാം എന്തൊരു പെർഫെക്ഷനാണ്. കാര്യം മിമിക്രിയിൽ വന്ന് നിന്നവർക്കൊക്കെ മിമിക്രി പഴയ ആൾക്കാർ രാജാക്കന്മാരുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് കാണിച്ചത്. ഒരുപാട് പേര് വന്നാലും നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളെ ആരും തള്ളിപ്പറയാനില്ല, കാര്യം നമ്മുടെ തൊഴിൽ ഇതാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ഭംഗിയാണ്. മണിച്ചേട്ടൻ്റെ വോയിസ് ഒന്നും ഒരിക്കലും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. മണിച്ചേട്ടൻ്റെ വോയിസ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ബാക്കി ഇന്നസെന്റ് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ടൈമിങ് കോമ്പിനേഷൻ ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുക. നിങ്ങൾ എന്ത് സൈലന്റ് ആയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്? ഒരു രക്ഷയില്ല. കാര്യം ഒരു പുതിയ ആൾക്കാർ വരുമ്പം കമന്റുകൾ വരും, ഇവരെ കണ്ടുപിടി. ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ഇവരെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കാരണം ഒരുപാട് പാഠങ്ങളുണ്ട് ഇതിനകത്ത്. കാര്യം ആരും തള്ളി പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നൊരു രേഖപ്പെടുത്തലാണ്. അസാധ്യമായിട്ട് ചെയ്തത്. ഇതിലിനി എന്താണ് പറയാനുള്ളത്? വന്നു, കണ്ടു, കീഴടക്കി. എല്ലാവരും ചേർന്ന് വലിയൊരു കൈയടി. എവിടെ ചെന്നാലും നമ്മുടെ ആൾക്കാർ മുഴുവൻ ഇപ്പൊ